CPM-ന്റെ പാർട്ടി ഭരണഘടനയിൽ ജനകീയ ജനാധിപത്യ വിപ്ലവം പറയുന്നുണ്ടെങ്കിലും വിപ്ലവം നേരത്തെ തന്നെ ആ പാർട്ടി ഉപേക്ഷിച്ചു. ജനാധിപത്യം കൂടി ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ CPM എത്തി നിൽക്കുന്നത്. മുതലാളിത്തവുമായി ചങ്ങാത്തത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് CPM. കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലക്ഷ്യമിടുന്നത് കമ്മ്യൂണിസത്തിലേക്കും സോഷ്യലിസത്തിലേക്കുമാണ് എന്നുള്ള സങ്കല്പം തന്നെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. പാർലമെൻ്ററി ജനാധിപത്യത്തിലേക്ക് വന്നതിന് ശേഷമാണ് പാർട്ടിയിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത്. അതിൻ്റെ പേരിലാണല്ലോ പാർട്ടി പിളർന്നതും CPM രൂപീകരിക്കപ്പെട്ടത്. ഇന്നാകട്ടെ ദേശീയ ബൂർഷ്വാസിയുമായി മാത്രമല്ല സാമ്രാജ്യത്വ ശക്തികളുമായി പോലും ചങ്ങാത്തമാകാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 കൊല്ലമായി രാജ്യം ഭരിക്കുന്ന മോദി സർക്കാർ ക്ലാസിക് ഫാസിസ്റ്റ് അല്ല, നിയോ ഫാസിസ്റ്റ് അല്ല, അതിൻ്റെ ലക്ഷണങ്ങൾ മാത്രമാണ് അവർ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് രാജ്യം ഭരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തോട് പോലും സന്ധി ചെയ്യുന്ന നിലപാടാണ് CPM ഈ സമ്മേളനത്തോടെ സ്വീകരിച്ചിരിക്കുന്നത്. ഉള്ളവനിൽ നിന്ന് വാങ്ങി ഇല്ലാത്തവന് നൽകുക എന്നതാണ് പുതിയ സമീപനം. നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്നതുകൊണ്ട് പാർട്ടിയും ഇടതുപക്ഷ സർക്കാരും ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്ന ആളുകളിൽ നിന്ന് സെസ് പോലെയുള്ള ഫീസ് പോലെയുള്ള വരുമാന മാർഗങ്ങൾ നേടിയെടുക്കുക എന്നതാണ്. ഉദാഹരണത്തിന് സർക്കാർ ആശുപത്രികളിൽ ആൻജിയോപ്ലാസ്റ്റി അടക്കമുള്ള സർജറികളും മറ്റും എല്ലാവർക്കും സൗജന്യമായി നൽകാറുണ്ട്. അപ്പോൾ പണമുള്ളവർ, സാമ്പത്തികമായി ഭദ്രതയുള്ളവർ പോലും സർക്കാരിൻ്റെ ഈ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുകയാണ്. അപ്പോൾ അത്തരക്കാരിൽ നിന്ന് വിലയേറിയ ചികിത്സാ ചിലവ് ഈടാക്കുകയും പാവങ്ങൾക്ക് അതേസമയം സൗജന്യ നിരക്കിൽ അത് നൽകുകയും ചെയ്യുക എന്നതാണ് പുതുവഴിയിൽ അവർ വിഭാവനം ചെയ്യുന്നത്. മറ്റൊന്ന്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളിലും മെഡിക്കൽ കോളേജുകളിലും കടന്നു വരുന്ന വിദ്യാർത്ഥികളിൽ അവർ ഉപരിവർഗമാണെങ്കിൽ, അവർ സാമ്പത്തികമായും മെച്ചപ്പെട്ട അവസ്ഥയുള്ളവരാണെങ്കിൽ അത്തരം വിദ്യാർത്ഥികളിൽ നിന്ന് കാര്യമായ ഫീസ് ഈടാക്കുകയും പിന്നോക്കക്കാർക്കും ദളിതർക്കും അടക്കം പാവപ്പെട്ടവർക്ക് ഫീസ് ഇളവ് നൽകുകയും ചെയ്യുക എന്നതാണ് സങ്കല്പം. പക്ഷെ പ്രയോറിറ്റി ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രയോറിറ്റി ഉണ്ടാവണം. ആ പ്രയോറിറ്റി സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരൻ്റെയും ഉന്നമനവും അവൻ്റെ ക്ഷേമവുമായിരിക്കണം ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ലക്ഷ്യം. പക്ഷേ നമ്മുടെ ഒന്നാം പിണറായി സർക്കാരിനും രണ്ടാം പിണറായി സർക്കാരിനും അത്തരത്തിൽ ക്ഷേമപ്രവർത്തനങ്ങൾ താഴെത്തട്ടിലെ ജനങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞു. ഇപ്പം ക്ഷേമ പെൻഷനുകൾ മുടങ്ങി, ക്ഷേമനിധി പെൻഷനുകൾ പോലും മുടങ്ങി. ഏറ്റവും ഒടുവിൽ ദിവസത്തിൽ 250 രൂപ പോലും വരുമാനമില്ലാത്ത ആശാ വർക്കർമാർ 10-30 ദിവസമായി സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്യുകയാണ്. അപ്പോൾ അടിസ്ഥാന വർഗങ്ങളുടെ ആവശ്യങ്ങൾ, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു സർക്കാരായി മാറുമ്പോൾ അതിലൂടെ നവകേരളം സൃഷ്ടിക്കുമെന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട്
എങ്ങനെയാണ് ഒരു സർക്കാരിന് ഫലപ്രദമായി മുന്നോട്ട് പോകാൻ കഴിയുക? ഇപ്പോൾ PPP വ്യവസ്ഥയിലൂടെ വ്യവസായങ്ങളെ, പൊതുമേഖലാ സ്ഥാപനങ്ങളെ രക്ഷിച്ചെടുക്കാം എന്നാണ് മറ്റൊരു നിർദ്ദേശം. നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന CPM സംസ്ഥാന സമ്മേളനത്തിൽ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച സമ്മേളനം അംഗീകരിച്ച ആ പദ്ധതി പുതുവഴി വെട്ടുന്നത് ആർക്ക് വേണ്ടിയാണ്? ഇപ്പോൾ ഉദാഹരണത്തിന് നെടുമ്പാശ്ശേരി എയർപോർട്ട് PPP വ്യവസ്ഥയിൽ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തിയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷം, പ്രത്യേകിച്ചും CPM. അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ UPA സർക്കാരിൻ്റെ കാലത്തും മോദി സർക്കാരിൻ്റെ കാലത്തും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുന്നതിനും സ്വകാര്യവൽക്കരിക്കുന്നതിനുമെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തുകയും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് CPM. അപ്പോൾ എങ്ങനെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ PPP വ്യവസ്ഥയിൽ സഹകരണം കൊണ്ടുവരിക? അപ്പോൾ കേന്ദ്ര സർക്കാർ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നു. ആ ഉപരോധത്തെ മറികടക്കാനുള്ള ഏക മാർഗം മുതലാളിത്തവുമായിട്ടുള്ള സഹകരണമാണെന്നും ആ സഹകരണത്തിലൂടെ സമ്പന്നരിൽ നിന്ന് സഹായം സ്വീകരിച്ച് താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ലഭ്യമാക്കാം എന്ന കാഴ്ചപ്പാടാണ് ഈ നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന പദ്ധതിയിലൂടെ സർക്കാരും പാർട്ടിയും മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് എത്രത്തോളം യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്നത് വളരെ സംശയകരമാണ്. മറ്റൊന്ന്, ആയിരക്കണക്കിന് ആളുകൾ മരിച്ചുപോയ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം, വയനാട്ടിലെ ദുരന്തം ദേശീയ തലത്തിൽ തന്നെ വലിയ ദുരന്തമായിട്ടാണ് വയനാട് ദുരന്തത്തെ കാണുന്നത്. അപ്പോൾ ആ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ, ഉറ്റവർ നഷ്ടപ്പെട്ടു പോയ, ഭൂമിയും വീടും എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ പുനരധിവസിപ്പിക്കാൻ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ സർക്കാരിന് ആയിട്ടില്ല. അതേസമയം 6000 കോടിയിലേറെ രൂപ മുടക്കിക്കൊണ്ട് തുരങ്കപാത വയനാട്ടിലേക്ക് നിർമ്മിക്കുകയാണ്. പരിസ്ഥിതി ദുർബല പ്രദേശത്തു കൂടിയാണ് ഈ പാത ഭൂമിക്കടിയിലൂടെ കടന്നു പോവുക. അപ്പോൾ 6000 കോടി രൂപ തുരങ്കപാത നിർമ്മാണത്തിനായി മാറ്റിവെക്കാൻ ഈ സർക്കാരിന് കഴിയുന്നുണ്ട്. പശ്ചിമഘട്ട മലനിരകളിൽ ഏറ്റവും ദുർബലമായ പ്രദേശമാണ് വയനാട്ടിലെ ഈ പ്രദേശം. അതും ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തിന് അടുത്തുകൂടി കടന്നു പോകുന്ന തരത്തിലാണ് ഈ പാതാ നിർമ്മാണം. അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതാണോ പ്രധാനം? അതേ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനായി, സഞ്ചാരികളെ കൂടുതൽ കൊണ്ടുവരാനായി, ടൂറിസം രംഗത്ത് വയനാട്ടിലെ വരുമാനം വർദ്ധിപ്പിക്കാനായി തുരങ്കപാത നിർമ്മിക്കുന്നതാണോ ഒരു ജനകീയ സർക്കാരിന് മുൻഗണന? അപ്പോൾ ആ ചോദ്യത്തിന് അവർ പറയുന്ന മറുപടി കിഫ്ബി ഫണ്ടിൽ നിന്നാണ് തുരങ്കപാത നിർമ്മിക്കുന്നത്. അതേസമയം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും കേന്ദ്ര സഹായത്തോടെയുള്ള ഫണ്ടിൽ നിന്നും മറ്റുമാണ്. അപ്പോൾ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നുള്ള പണമെടുത്ത് അല്ല തുരങ്കപാത നിർമ്മിക്കുന്നത്, അത് കിഫ്ബിയിൽ നിന്നാണ്. അപ്പോൾ കിഫ്ബിയുടെ ഫണ്ട് എങ്ങനെ വരുന്നു? നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ പെട്രോൾ സെസ്സും അതുപോലെ മോട്ടോർ വാഹന നികുതിയും എല്ലാം തന്നെ കിഫ്ബിയിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിലേക്ക് വരുന്ന പണം തന്നെയാണ് കിഫ്ബിയിലേക്കും വരുന്നത്. അതിന് പുറമെയാണ് ഇപ്പോൾ ഈ പെട്രോൾ സെസ്സിനും വാഹന നികുതിക്കും പുറമേ
നിർമ്മിച്ച റോഡുകളിലൂടെ പോലും സഞ്ചരിക്കണമെങ്കിൽ സെസ് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വരികയും അത്തരത്തിലുണ്ടാക്കുന്ന വരുമാനം കൊണ്ട് ഈ തുരങ്കപാതയിലുള്ള പാത പോലെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, ടൂറിസം പദ്ധതികൾ എല്ലാം വികസിപ്പിക്കാം എന്നുമാണ് കാഴ്ചപ്പാട്. അപ്പോൾ ഇല്ലത്ത് നിന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മാത്ത് എത്തിയുമില്ല എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ CPM എന്ന് പറയുന്നതാവും ശരി. ജനാധിപത്യ വിപ്ലവത്തിൽ നിന്ന് തുടങ്ങി ഒരു ഘട്ടത്തിൽ വിപ്ലവം അവസാനിച്ചു, എന്നാൽ ജനാധിപത്യത്തിലേക്ക് ഒട്ടെത്തിയുമില്ല. അപ്പോൾ ജനാധിപത്യത്തെ അംഗീകരിക്കാനും തയ്യാറല്ല, കമ്മ്യൂണിസത്തിലേക്ക് പോകാനും കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് CPM.